ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്കൻഡ് പോർഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റിനെ മെയിൻലി മേജർ 3 ക്ലാസിഫിക്കേഷനും മറ്റൊരു സബ് ക്ലാസിഫിക്കേഷനുമാണ് ഉള്ളത്. മേജർ 3 കാറ്റഗറീസ് എന്ന് പറയുന്നതാണ് അക്കോർഡിംഗ് ടു ലീഗൽ വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി, അക്കോർഡിംഗ് ടു മോഡ് ഓഫ് ക്രിയേഷൻ ഓർ ഫോർമേഷൻ, അക്കോർഡിംഗ് ടു പെർഫോമൻസ്, ആൻഡ് ദ ലാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ ഈസ് അതർ കോൺട്രാക്റ്റ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലീഗൽ വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിലും മോഡ് ഓഫ് ക്രിയേഷൻ്റെയും എക്സിക്യൂഷൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എൻഫോഴ്സബിലിറ്റി ഓർ വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ആൻഡ് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ മോഡ് ഓഫ് ക്രിയേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ എക്സിക്യൂഷൻ ഓർ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ദെൻ ലാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ അതർ കോൺട്രാക്റ്റിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്നും വേജറിംഗ് കോൺട്രാക്റ്റ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് വാരിയസ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. അക്കോർഡിംഗ് ടു ലീഗൽ വാലിഡിറ്റി ഓർ എൻഫോഴ്സബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ വാലിഡ് കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് സാറ്റിസ്ഫൈ ഓൾ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആസ് ലേഡ് ഡൗൺ ഇൻ സെക്ഷൻ 10 of the Indian Contract Act. These conditions are known as conditions of enforceability. It is enforceable by law. ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കോൺട്രാക്റ്റുകളെയാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ സെക്ഷൻ 10 പ്രകാരം ഉള്ള എല്ലാ എസെൻഷ്യൽ എലമെൻസുകളും എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഒരു വാലിഡ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് റൈറ്റുകളാണ് പേഴ്സൺസിന് കിട്ടുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് റൈറ്റ് ഇൻ റം, സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് റൈറ്റ് ഇൻ പേഴ്സണം. Right in rem means the right of a person which can be practiced against the whole world. ഒരു കോൺട്രാക്റ്റിലുള്ള ഇൻഡിവിജ്വലിന് അയാളുടെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ വോൾ വേൾഡാണ്. എല്ലാ വേൾഡിലുള്ള എല്ലാവർക്കും എതിരെയും അയാൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നൊരു റൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ഇൻ റെം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് അഡ്ജസൻറ്റ് ടു ബീസ് പ്രോപ്പർട്ടി. എ ഹാസ് ദ റൈറ്റ് ടു ഹാവ് കംപ്ലീറ്റ് പൊസിഷൻ ആൻഡ് എൻജോയ്മെൻറ്റ് ഓഫ് ദ ലാൻഡ് നോട്ട് ഓൺലി എഗെയിൻസ്റ്റ് ബി ബട്ട് ഓൾസോ എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. ദ റൈറ്റ് ഓഫ് എ ഈസ് കോൾഡ് ദ റൈറ്റ് ഇൻ റെം. Then second one is right in personam. It is the right enjoyed by a person against a specific person or persons. ഒരു പ്രത്യേക വ്യക്തികളോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളോട് ഇൻഡിവിജ്വൽസിനുള്ള റൈറ്റിനെയാണ് റൈറ്റ് ഇൻ പേഴ്സണും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് എ സം ഓഫ് 20,000 ഫ്രം ബി. This right can only be exercised by A and not by others. This is called right in personam. ഇപ്പോൾ എ ഒരാളുടെ കയ്യിൽ നിന്ന് 20,000 രൂപ എ ഈസ് എൻടൈറ്റിൽ ടു റിസീവ് എ സം ഓഫ് 20,000 ഫ്രം ബി. ബിയിൽ നിന്ന് എക്ക് കിട്ടാനുണ്ട്. ദ റൈറ്റ് ക്യാൻ ഓൺലി ബി എക്സസൈസ്ഡ് ബൈ എ. ആ ബിയോട് 20,000 രൂപ ചോദിക്കാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? എക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള റൈറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ലീഗൽ വാലിഡിറ്റി ഓർ എൻഫോഴ്സബിലിറ്റിയിലെ സെക്കൻഡ് മേജർ ക്ലാസിഫിക്കേഷനാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് J says a contract which ceases to be enforceable by law becomes void and when it ceases to be enforceable. ദാറ്റ് ഈസ് നമുക്ക് നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദെയർടു ബട്ട് നോട്ട് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച് കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് എപ്പോൾ വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് നിഷേധിക്കാവുന്നതാണ്.
അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് unenforceable contract is that which is valid and enforceable but for certain technical defects such as a want of proof, expiry of the period within which enforceable, absence of writing, registration and attestation or insufficient stamp etc. it become unenforceable. Actually ലീഗൽ വാലിഡിറ്റി ഉള്ള കോൺട്രാക്റ്റ് തന്നെയാണ്, പക്ഷേ ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ട്, അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിലാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഏർപ്പെട്ടതെന്ന് വിചാരിക്കുക. ആ കോൺട്രാക്റ്റ് പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാതെ, സ്റ്റാമ്പ് ചെയ്യാതെ, പ്രോപ്പർ ഡ്യൂട്ടി ഒന്നും പേ ചെയ്യാതെ ആണെങ്കിൽ നമുക്കതെന്ത് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ സെർട്ടൈൻ ടെക്നിക്കൽ റീസൺ കൊണ്ട് വാലിഡ് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മേജർ ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു മോഡ് ഓഫ് ക്രിയേഷൻ ഓർ ഫോർമേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ഓർ ബൈ ദ വേർഡ് ഓഫ് മൗത്ത്. ഒന്നുകിൽ നമ്മൾ എഴുതി ഇൻ റൈറ്റിംഗ് എഴുതി തയ്യാറാക്കിയിരിക്കണം, അതല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്തിലൂടെ രണ്ട് പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് an implied contract is one which arises out of the act or the conduct of the parties out of the dealings between them. അതായത് ഇംപ്ലൈഡ് ആയിട്ട് നമ്മുടെ certain ബിഹേവിയറിൽ നിന്ന്, ആക്ഷനിൽ നിന്ന് certain കോൺട്രാക്റ്റുകൾ അറൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. For example, a takes a seat in a bus. There is an implied contract that he will pay the prescribed fare for taking him to the destination. ഒരു ബസ്സിൽ കയറി, അപ്പോൾ ബസ്സിൽ നോർമലി നമ്മൾ എന്തെടുക്കും, ടിക്കറ്റ് എടുക്കും. ആ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താണ്, നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അവിടേക്ക് ആ പർട്ടിക്കുലർ ബസ് നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടതുണ്ട്. അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് ഇൻ റൈറ്റിങ്ങിൽ വേണ്ട, എഴുതി തയ്യാറാക്കൊന്നും വേണ്ടാത്തതാണ്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് tacit contract. It is an implied contract. When a contract is implied or inferred by the conduct of the parties, it is called a tacit contract. Tacit means agreed but not stated. Agree ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ടാസിറ്റ് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വൺ ആണ് quasi-contract. Under certain circumstances, law itself creates a legal right and obligation against the parties. These obligations are known as quasi-contract. നിയമപരമായിട്ട് സർട്ടൈൻ കടമകൾ, കർത്തവ്യങ്ങൾ വരുന്നതായിട്ടുള്ള സർട്ടൈൻ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാസി കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു എക്സിക്യൂഷൻ ഓർ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റുകളെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വെൻ എ കോൺട്രാക്റ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പെർഫോംഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും പൂർണ്ണമായിട്ട് രണ്ട് വ്യക്തികളും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒബ്ലിഗേഷൻസുകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ആണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വേർ വൺ ഓർ ബോത്ത് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് ഹാവ് സ്റ്റിൽ ടു പെർഫോം ദർ ഒബ്ലിഗേഷൻ ഇൻ ഫ്യൂച്ചർ, ദ കോൺട്രാക്റ്റ് ഈസ് ടേംഡ് ആസ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ചില കോൺട്രാക്റ്റുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി വ്യക്തികൾ അവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ഫ്യൂച്ചറിൽ ഭാവിയിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്റ്റ് അവിടെ പെൻഡിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാതെ വെക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ദ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ഈസ് one-sided contract in which only one party has to perform his promise or obligation to do or forbear. അതായത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ കോൺട്രാക്റ്റിലുള്ള ഒരു വ്യക്തി മാത്രമാണ് അയാളുടെ ഒബ്ലിഗേഷൻസുകൾ അല്ലെങ്കിൽ കടമകൾ, കർത്തവ്യങ്ങളൊക്കെ
നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയാം. ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് ബോത്ത് ദ പാർട്ടീസ് ഹാവ് ടു പെർഫോം ദ റെസ്പെക്റ്റീവ് പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ ടു ഡു ഓർ ഫോർബിയർ. അത് രണ്ട് വ്യക്തികളും അവരുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കുന്നതായിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതർ കോൺട്രാക്റ്റിൽ വരുന്നതാണ് വേജറിങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ വേജർ ഈസ് എൻ അഗ്രിമെൻറ്റ് ടു പേ മണി ഓർ മണീസ് വർത്ത് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൈൻ ഇവൻറ്റ്. ഇറ്റ് ഈസ് എ ഗെയിം ഓഫ് ചാൻസ് in which winning or losing is wholly depend on a particular uncertain event. വേജറിങ് എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെ ചൂതാട്ടം എന്ന് പറയും. ഒരു അൺസർട്ടൈനിറ്റി ആണ്. സർട്ടൈൻ ഇവൻറ്റുകൾ ഒക്കർ ചെയ്യാം, ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? വേജറിങ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതർ കോൺട്രാക്റ്റിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. അതായത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റുകൾ മെയിൻ കോൺട്രാക്റ്റിൻ്റെ കൂടെ ഒരു സബ് കോൺട്രാക്റ്റും കൂടി ഉണ്ടായിരിക്കും. മെയിൻ കോൺട്രാക്റ്റ് നടക്കണമെങ്കിൽ സബ് കോൺട്രാക്റ്റും കൂടി നടക്കണം. അതായത് സബ് കോൺട്രാക്റ്റുകളെയാണ് മെയിൻലി നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊളാട്രൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഇ കൊമേഴ്സ് കോൺട്രാക്റ്റ്. ഇ കൊമേഴ്സ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ത്രൂ ദ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് e-commerce contract. Hope you are clear with the various kinds of contract.